കോഴിക്കോട് കുറ്റ്യാടി പശുക്കടവിൽ ഉരുൾപൊട്ടിയിട്ടുണ്ട്. അവിടെ ആളപായമില്ല. രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്നും സഭ നിർത്തിവെച്ച് ഈ വിഷയം ചർച്ച ചെയ്യണമെന്നും പാർലമെൻറ്റിൽ കെ.സി. വേണുഗോപാൽ MP ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റു ചില കാര്യങ്ങൾ കൂടി സംഭവിക്കുന്നു. നാവികസേനയുടെ സംഘം വയനാട്ടിലേക്ക് ഉടൻ തിരിക്കും. കണ്ണൂരിൽ നിന്നുള്ള ഡിഫൻസ് സെക്യൂരിറ്റി കോറാണ് ഉടൻ അവിടേക്ക് തിരിക്കുക. ഇപ്പോൾ പ്രദേശവാസിയായ നബീൽ, പോത്തുകൽ പ്രദേശവാസിയായ നബീൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നബീൽ, അവിടെ 9 മൃതദേഹങ്ങളായിരുന്നു നേരത്തെ കണ്ടെടുത്തത്. 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ള സൂചന ലഭിച്ചു എന്ന് നബീൽ നേരത്തെ പറഞ്ഞിരുന്നു. എന്താ ഇപ്പോഴത്തെ അവസ്ഥ? നിലമ്പൂർ ഹോസ്പിറ്റലിൽ 5 മൃതദേഹങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. മൊത്തം എത്ര മൃതദേഹങ്ങൾ അവിടെ കണ്ടെടുത്തു എന്നാണ് താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? മൊത്തം 14 മൃതദേഹങ്ങളാണ് മൊത്തം കണ്ടെത്തിയിട്ടുള്ളത്. 14 മൃതദേഹങ്ങൾ അവിടെ മാത്രം കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ? അതെ. 14 മൃതദേഹങ്ങൾ ചാലിയാർ പുഴയുടെ തീരത്ത്. ചാലിയാർ അല്ലല്ലോ, ആ പുഴയുടെ പേര് ഒരിക്കൽ കൂടി പറയുമോ? വാണിയമ്പുഴയിൽ 14 മൃതദേഹങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് കണ്ടെത്തിയ പ്രദേശത്തിന്റെ പേരെന്താണ് നബീൽ? വാണിയമ്പുഴ ഇരുട്ടുകുത്തി. ഒരിക്കൽ കൂടി പറയുമോ? വാണിയമ്പുഴയിലാണ് 14 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ മൃതദേഹങ്ങൾ ഈ മുകളിൽ നിന്ന് ഈ ഉരുൾപൊട്ടിയ ഇടത്ത് നിന്ന് ഒഴുകിയെത്തിയതാണ് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ടോ അധികൃതരാരെങ്കിലും? അതിനൊന്നും ആരും ഇവിടെ എത്തിയിട്ടില്ല. ഉദ്യോഗസ്ഥര് എല്ലാവരും പോത്തുകല്ല്, മുണ്ടേരി ആ ഭാഗങ്ങളിലാണ്. ഇവിടെ ഇപ്പൊ ബോഡികൾ മാത്രമാണ് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. അതിൽ തന്നെ ബോഡികൾ എത്തിച്ചതെന്ന് ബോഡികൾക്ക് തലയില്ലാത്ത ബോഡികളാണ് വന്നത്, കാലില്ലാത്ത ബോഡികളാണ് വന്നത്, കൈയില്ലാത്ത ബോഡികളാണ് വന്നത്. ദുരന്തത്തിൻ്റെ ഒരു ഭീകരതയും തീവ്രതയും മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലാണ് മൃതദേഹങ്ങൾ അവിടെ അടിഞ്ഞിട്ടുള്ളത് എന്നാണ് നബീൽ വിശദീകരിക്കുന്നത്. ഇപ്പോൾ ഈ പുഴയുടെ തീരത്ത് കൂടുതൽ ആളുകൾ, നിങ്ങൾ നാട്ടുകാരോ രക്ഷാപ്രവർത്തകരോ ആരെങ്കിലുമൊക്കെ ഒരു കരുതലായി അവിടെ സംഘടിച്ചിട്ടുണ്ടോ? കാരണം വലിയൊരു അപകടമാണ് ഉണ്ടായത്. ഇനിയും ഒരുപാട് ആളുകളുണ്ട്. ERFന്റെ ഭാഗത്തു നിന്നാണെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും നാട്ടുകാരും കിട്ടിയ ആളുകൾ കണ്ട ഉടനെ തന്നെ ബോഡി എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്ന അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ദുരന്തത്തിൻ്റെ തീവ്രത കൂടുതൽ വ്യക്തമാവുകയാണ്. 14 പേരുടെ മൃതദേഹമാണ് ഇപ്പോൾ ഈ വാണിയമ്പുഴ ഭാഗത്തു നിന്ന് മാത്രം കണ്ടെടുത്തിരിക്കുന്നതെന്നാണ് പ്രദേശവാസിയായ നബീൽ പറയുന്നത്.